99 വർഷത്തെ പാട്ടക്കരാർ ഇപ്പോൾ നിലവിൽ സാറിന്റെ കയ്യിലുണ്ടല്ലോ. അത് ഞാൻ കേരള സർക്കാരിനെ സമീപിച്ചു വിവരാവകാശ നിയമപ്രകാരം പാട്ടക്കരാർ വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ കേരള ഗവൺമെന്റ് തന്നില്ല. കാരണം അത് ജനങ്ങൾക്ക് കാണണ്ട അറിയണ്ട എന്നുള്ള ഒരു നിലപാടാണ്. ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു പാട്ടക്കരാർ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം ഞാൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ ആ ഓഫീസിൽ ചെന്ന് നേരിട്ട് നിങ്ങളെന്താണ് പാട്ടക്കരാർ തരാത്തത്? രണ്ട് സർക്കാരുകൾ തമ്മിലുണ്ടാക്കിയ കരാർ ജനങ്ങൾക്ക് അറിയുന്നുണ്ട്, ജനങ്ങളിൽ നിന്ന് ഇത് മറച്ചു വെക്കുന്നത് എന്തിനാണെന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു ഗവൺമെന്റ് ഒരു സർക്കുലർ എടുത്ത് കാണിച്ച്. അവര് പറഞ്ഞു സാറിന് മനഃപൂർവ്വം ഞങ്ങൾ തരാതിരിക്കുന്നതല്ല, ഗവൺമെന്റ് ഒരു സർക്കുലർ ഉണ്ട്, ഇത് ആർക്കും കൊടുക്കരുത്, അതുകൊണ്ടാണ് സാർ തരാത്തത്, അല്ലാണ്ട് സാറിനോട് വ്യക്തിപരമായിട്ട് വിരോധമുള്ളതുകൊണ്ടൊന്നും അല്ലാന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തേക്ക് വരുമ്പോൾ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്, ചുരുട്ടി പിടിച്ച ഒരു കടലാസായിട്ട്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇതാണ് സാർ ആവശ്യപ്പെടുന്ന മുല്ലപ്പെരിയാർ പാട്ടക്കരാർ. ഇതിന്റെ 1970 സപ്ലിമെന്ററി കരാറും കൂടി ഞാൻ ഇതിന്റെ കൂടെ വെച്ചിട്ടുണ്ട്. സാറ് ഇങ്ങനെയാ നെഞ്ചത്ത് കഴിച്ചിട്ട് സാർ എന്തെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞു എനിക്ക് തരാനുണ്ടായ. അതിന്റെ പുറകിൽ ഒരു ദൈവാധീനം, ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ ഉണ്ട് എന്നാണ് ഞാൻ